ഹലോ ഗായ്സ്, സുഖമല്ലേ? ഇച്ചിരി ബീഫ് മേടിച്ചായിരുന്നു. അപ്പം നമുക്കൊരു ബീഫ് കൊണ്ടൊരു കറിയല്ല, ഒരു റോസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കാം. ആദ്യം നമ്മൾ ചീനച്ചട്ടി വെക്കുക, അതിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരാൻ നേരത്ത് കുറച്ച് തേങ്ങാക്കൊച്ചെടുക്കുക. തേങ്ങാക്കൊച്ചിട്ട് ഒരു ബ്രൗൺ കളറായി വരാൻ നേരത്ത് ഞാനിവിടെ 3 വലിയ സവാള എടുത്തിരിക്കണം. 1 കിലോ ബീഫാണ്. 3 വലിയ സവാള എടുത്ത് ചട്ടിയിലോട്ട് ഇടുക. അടുത്തത് വഴറ്റുക. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇടാൻ നേരത്ത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇച്ചിരി വഴണ്ട് ഒരു ബ്രൗൺ കളറാകാൻ നേരത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ഇടുക. അത് നന്നായിട്ട് വഴറ്റുക. അത് വഴറ്റി ഒരു പച്ചമണം മരം വന്നിട്ട് ഒരു 3 പച്ചമുളക് ഇടുക. ഞാൻ 3 ഇവിടെ എടുത്തിരിക്കണം. എരിവനുസരിച്ച് ആവശ്യക്കാർക്ക് എടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് വഴറ്റി വരാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് വഴറ്റി നന്നായിട്ട് ഉള്ളി വഴണ്ട് വരാൻ നേരത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പൊടികളിടണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ പൊടിച്ചാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിലായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി അതിൻ്റെ പച്ചമണം മാറി കഴിയാൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ വെള്ളം കാണില്ല, ആയി നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി ആ വെള്ളം ഒന്ന് കുറുകി വരാൻ നേരത്ത് ബാക്കിയുള്ള ബീഫും കൂടെ ഇട്ട് തട്ടിപ്പൊത്തി ഇളക്കി സെറ്റാക്കി എടുക്കുക. ഞാനിവിടെ കുറച്ച് ഗ്രേവി കൂട്ടി അടിച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർക്ക് ഇച്ചിരി ഡ്രൈ ആക്കി സെറ്റാക്കി എടുക്കാം.